ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ ഒരുപാട് താമസിച്ചാണ് എണീറ്റത്. സാധാരണ ശനി ഞായർ തിങ്കൾ എന്നൊന്നും എനിക്കില്ല, എനിക്ക് എന്നും ഒരേപോലെയാണ്. പക്ഷേ ഇന്ന് എന്തായാലും താമസിച്ചാണ് എണീറ്റത്. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ നടന്നു. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നമുക്ക് കുറച്ച് മുളവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് രാവിലെ എന്താണ് കഴിക്കുക? രാവിലെ ഞാൻ വിചാരിച്ചു ഇന്ന് ശനിയാഴ്ചയല്ലേ, കഞ്ഞിയും പയറും ആക്കിയാലോ. പിന്നെ വിചാരിച്ച് വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശയും നമ്മൾ കാടമുട്ടക്കറിയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി. മുട്ടയുടെ പാക്കറ്റ് പൊട്ടിച്ചു, കാടമുട്ട ഇതിനകത്തോട്ട് വേവിക്കാനായിട്ട് വെച്ചു. പക്ഷേ ഞാൻ കാടമുട്ട കഴുകാൻ മറന്നുപോയി. കുഴപ്പമില്ല, ആർക്കും ഒരബദ്ധമൊക്കെ പറ്റും. അപ്പോൾ രണ്ടും ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴട്ടോ ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ വീഡിയോ എടുത്തു. ഒരു ദോശയും കൂടെ ചുടാനുള്ള മാവുണ്ടായിരുന്നു. അപ്പോൾ ദോശയും കൂടെ ചുട്ട് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ അടുത്ത് നമുക്ക് കാടമുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. കാടമുട്ട നന്നായിട്ട് വെന്ത് പൊളിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സവാള അരിയലിട്ട് പോകാം. ഈ വക സമ്പ്രദായം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ അരിയാൻ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സവാള വേണം, എന്നാലും ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറി മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പക്ഷേ ഒരു കാര്യം, ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയി. ഇന്ന് ഈ ഒരു ദിവസം ഫുള്ള് ഞാൻ മറവിയായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കിയ നല്ല അടിപൊളി കാടമുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ചൂട് ദോശയും കാടമുട്ടക്കറിയും സൂപ്പറാണ്. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.